Hello and welcome to Everyday English. Unrequited. ഈ adjectiveന്റെ മീനിങ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. മോസ്റ്റ്ലി ലവിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് നമ്മൾ unrequited എന്നുള്ള ഈ adjective യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് തോന്നുന്ന സ്നേഹം നിങ്ങൾ എനിക്ക് തിരിച്ചു തരുന്നില്ല എങ്കിൽ that love is unrequited. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന സ്നേഹം മറ്റേയാള് തിരിച്ചു അതുപോലെ കൊടുക്കുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് അൺറിക്വൈറ്റഡ് ലവ് എന്ന് പറയാം. ഫോർമലി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അൺറിക്വൈറ്റഡ്. ഇതിനെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് എങ്ങനെ ഒരു സെന്റൻസിൽ യൂസ് ചെയ്യാമെന്ന് നോക്കാം. Unrequited love is one of the main themes in all of his movies. തിരിച്ചു കിട്ടാത്ത സ്നേഹം എന്ന് പറയുന്നത് അയാളുടെ മൂവീസിലെ ഒരു മേജർ തീം ആണ്. Tom was just telling me about his unrequited love for chess. ഇതിപ്പം unrequited love for chess എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ടോമിന് ചെസ്സിനോട് ഭയങ്കര സ്നേഹമുണ്ട്, പക്ഷെ ചെസ്സിന് ടോമിനോട് സ്നേഹമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ് കളിക്കുമ്പോൾ എപ്പോഴും ടോം തോറ്റു പോകുമായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ unrequited love for chess എന്ന് പറഞ്ഞത്. Despite of the unrequited love, the dog gets excited when it hears its master's footsteps approaching. ഡോഗിന് മാസ്റ്ററിനോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ മാസ്റ്ററിന് അതുപോലെ ഒരു സ്നേഹം തിരിച്ചില്ല. എങ്കിൽ പോലും മാസ്റ്ററിന്റെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും, മാസ്റ്റർ വരുന്ന ഫുഡ് സ്റ്റെപ്സ് കേൾക്കുമ്പോഴേക്കും, നടന്നു വരുന്ന കേൾക്കുമ്പോഴേക്കും ഡോഗ് ഭയങ്കര ഹാപ്പിയാകും. അൺറിക്വൈറ്റഡിന്റെ മീനിങ് നമ്മൾ കണ്ടു. ഇതിന്റെ ഒപ്പം തന്നെ റിക്വൈറ്റഡ് എന്താണെന്ന് കൂടി മനസ്സിലാക്കി വെച്ചേക്കുക. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ മറ്റൊരാളോട് കാണിക്കുന്ന സ്നേഹം അതുപോലെ തിരിച്ചും കിട്ടുന്നുണ്ടെങ്കിൽ ആ ലവിനെ നമുക്ക് റിക്വൈറ്റഡ് ലവ് എന്ന് പറയാം. മലയാളം മൂവി മൊയ്തീൻ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അതായത് ടൊവിനോ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറിന് പാർവതി മേനോൻ ചെയ്തിരിക്കുന്ന ഹീറോയിന്റെ ക്യാരക്ടറിനോട് തോന്നുന്ന ഒരു ഇഷ്ടം ഉണ്ട്. പക്ഷെ ഹീറോയിന് ആ ഇഷ്ടം തിരിച്ചില്ല അല്ലെ. അങ്ങനത്തെ കൈൻഡ് ഓഫ് ലവിനെയാണ് നമ്മൾ അൺറിക്വൈറ്റഡ് ലവ് എന്ന് പറയുന്നത്. പക്ഷെ റിക്വൈറ്റഡ് ലവ് ആ സെയിം മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും. പൃഥ്വിരാജ് ചെയ്തിരിക്കുന്ന ക്യാരക്ടറും പാർവതി മേനോൻ ദ ഹീറോയിൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറും തമ്മിലുള്ള ലവ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണല്ലേ. അങ്ങനത്തെ ഒരു ലവിനെ നമുക്ക് റിക്വൈറ്റഡ് ലവ് എന്ന് പറയാം. നമ്മളിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവർ തിരിച്ചും അങ്ങനെ ഒരു ഹെൽപ്പ് എന്തെങ്കിലും ചെയ്ത് ഇൻ റിട്ടേൺ എന്തെങ്കിലും ചെയ്തു തരികയാണെങ്കിൽ ദാറ്റ് ഇസ് റിക്വൈറ്റഡ്. Guys, if you haven't subscribed to my channel yet, please do subscribe. Bye.